ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം, അതായത് മതങ്ങളും സംസ്കാരങ്ങളും എന്ന ഭാഗത്തിൽ പറയുന്നത് വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ കേരളത്തിലേക്ക് വരികയും കൂടിച്ചേരുകയും ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം ക്രിസ്തു മതം, ഇസ്ലാം മതം, ബുദ്ധ ജൈന മതങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞാൽ, ചുരുക്ക രൂപം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങ് വന്നിട്ട് ഇവിടെ ഒരു കൂടിച്ചേരുക, ഒരു സമന്വയിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു കേരളത്തിലെ ഒരു മതാതീത സംസ്കാരം വളർന്നു വന്നതിനെക്കുറിച്ചൊക്കെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. പല ഘട്ടങ്ങളിലായി കേരളത്തിലുണ്ടായ മതവിശ്വാസങ്ങളും അവയുടെ വികാസ പരിണാമ മാറ്റങ്ങളുമൊക്കെയാണ് തൊട്ടു മുമ്പ് ഒരു നമ്മൾ പറഞ്ഞു നിർത്തിയത്. മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യകതകളും സാമൂഹിക ഇടപെടലുകളുടെ സ്വാധീനവുമൊക്കെയാണ് കേരളത്തിലെ മതസമൂഹങ്ങളുടെ വളർച്ചയെ നിർണയിച്ചത് എന്ന് പറയുന്നു. മറ്റു സമൂഹങ്ങളെപ്പോലെ തന്നെ ആധിപത്യത്തിൻ്റെയും ഭരണകൂട സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് വളരെ പ്രധാനമാണ്. ആ സമന്വയത്തിലൂടെയാണ് വൈജ്ഞാനികവും അല്ലെങ്കിൽ വിജ്ഞാനപരവും സൗന്ദര്യശാസ്ത്രപരവുമായ അറിവുകളും കലകളും നിർമ്മിക്കപ്പെട്ടതും. കലരുക അല്ലെങ്കിൽ കൂടിച്ചേർക്കലിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ടതെന്നും അങ്ങനെ ഒരു സ്വത്വ രൂപീകരണവും ഉണ്ടായതും ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചരിത്രപരമായ അറിവ് എന്നതാണ് ഈ മതത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ചരിത്രപരമായ അറിവ്. അവ എങ്ങനെ കേരളത്തിൻ്റെ സംസ്കാരത്തെ ഇടചേർന്ന് നിൽക്കുന്നു. അപ്പം എല്ലാ മതങ്ങളെയും സ്വീകരിക്കുക, അവരുടെ നല്ലതിനെ സ്വീകരിക്കുക എന്നും നമ്മുടെ സംസ്കാരത്തിന് ബുദ്ധ ജൈനം ക്രിസ്തു ഇസ്ലാം ജൂത മതങ്ങൾ ഒക്കെ നൽകിയ സംഭാവനയും ഒക്കെയാണ് ഈ ഒരു മതവും സംസ്കാരവും എന്ന ഭാഗത്ത് ഡോക്ടർ അനു പി തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നത്.